ഹലോ ഗൈസ്, അപ്പം ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു മണ്ണീൻ്റെ ഇടയിൽ കിഴങ്ങുന്നുണ്ട്, അത് നമുക്ക് എടുക്കാൻ. അങ്ങനെ ഞാനും അമ്മയും കൂടി എങ്ങനെയല്ലോ ആ ഒരു കിഴങ്ങ് എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് വലിയ കിഴങ്ങായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതിനെ കത്തി പലക്കത്തിയില്ലേ, അതൊക്കെ കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ആ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു, നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞു. അപ്പോൾ നമ്മളതിനെ ശരിക്കും കഴുകുമ്പോഴാട്ടോ ഇതൊക്കെ കളയുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുറിച്ചെടുത്ത് എന്നിട്ട് 2-3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തു ഗൈസ്. അപ്പോൾ ഇവിടെ മുമ്പ് കുറേ കിഴങ്ങുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കിഴങ്ങെന്നും അങ്ങനെ എന്താണ് പറയുന്നത്, എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു, കുറച്ചൊക്കെ സഹിച്ചു ഗൈസ് ഞാൻ. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് അമ്മൂമ്മ കഴുകിയിട്ടോ. അപ്പോൾ എല്ലാം കഴുകുമ്പോഴാട്ടോ എല്ലാം എടുത്ത് കളയണേ. അപ്പോൾ എല്ലാം അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞു, നല്ല അടിപൊളിയാക്കിയിട്ടോ. ഇനി നമുക്ക് അപ്പച്ചമ്പിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുറ്റത്ത് കുറേ പ്രാവുകളുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തീറ്റ വന്നിട്ട് പോയതേ ഉള്ളൂ കേട്ടോ. രണ്ടാമത് 2 പ്രാവ് വന്നു. അപ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ട് നല്ല ഉടഞ്ഞുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു ഒരു ചമ്മന്തി, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇത് മിക്സാക്കിയിട്ടാണ് കഴിക്കുന്നതാണ്. ആക്കി നോക്കി, അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളച്ചു കൊണ്ടിട്ട് അപ്പോൾ ആക്കി നോക്കി കിഴങ്ങൊക്കെ കൊണ്ടുവന്ന് വെച്ചു. മുക്കി കഴിച്ചപ്പോൾ പറയണ്ടല്ലോ, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു, തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു ഗൈസ്. വെറുതെ ഉണ്ടാക്കി ഉള്ളി മുളകൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു, ടൈല് മുക്കി കഴിച്ചു. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ്. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ മീൻകറിയിലാണ് കേട്ടോ നിൽക്കുന്നത്. കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ വെന്തൊടഞ്ഞ് സൂപ്പർ.